വാർത്തയിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പൾസർ സുനിക്ക് ജാമ്യം. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിക്ക് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പലതവണ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച പൾസർ സുനിക്ക് ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ഹൈക്കോടതിയിലും പലതവണ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും എല്ലാ തവണയും തള്ളിപ്പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി. ശ്യാം, വലിയ വാർത്തയാണ്. പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് പൾസർ സുനിക്ക് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ രണ്ടംഗ ബെഞ്ചിൻ്റെതാണ് നടപടി. കേസിൽ 6 വർഷത്തിലധികമായി ജയിലിലാണ് എന്ന കാര്യമാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ വാദം അംഗീകരിച്ചാണ് അനിശ്ചിതകാലത്തേക്ക് ജയിലിലിടാനാകില്ല എന്ന കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയത്. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കാം എന്ന കാര്യമാണ് പൾസർ സുനിക്ക് ജാമ്യം നേടാം എന്ന കാര്യമാണ് വ്യക്തമാക്കിയതും. കർശനമായ നിബന്ധനകളോടെയാണ്, കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം. വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇതാണ്: എങ്ങനെയാണ് വിചാരണ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ്. മാത്രമല്ല, വാദത്തിന് ഇനിയും അന്തിമമായ വാദം പൂർത്തിയാക്കാൻ, വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എത്ര നാൾ എടുക്കും എന്ന കാര്യവും കൂടി, എത്ര ദിവസം എടുക്കും എന്ന് കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് വിചാരണ അവസാനിക്കാത്തത് എന്നാണ് ജസ്റ്റിസ് അഭയ് എസ് ഓഖ ചോദിച്ചത്. ഈ പൾസർ സുനിക്കെതിരായ കുറ്റകൃത്യം ഗൗരവതരമാണ്. ഇത് എങ്ങനെ ഈ മുന്നോട്ട് പോകാനാകും എന്നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചു. കുറ്റകൃത്യം ഗൗരവതരമാണ്. ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകരുത്. മാത്രമല്ല, പൾസർ സുനി സമൂഹത്തിന് ഭീഷണിയാണ് എന്ന കാര്യവും കൂടി സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ കർശനമായ ഉപാധികളോടെ ജാമ്യം നൽകുന്നുവെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, കേസിലെ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അക്കാര്യമാണ് പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീറാം നിയോഗിച്ച അഭിഭാഷകൻ സുപ്രീം കോടതി അറിയിച്ചത്. ഈ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. 6 വർഷത്തിലധികമായി പൾസർ സുനി ജയിലിലാണ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 90 ദിവസത്തിൽ, അതായത് ഈ വിസ്താരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു. 90 ദിവസത്തിലധികം ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിചാരണ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യവും സുപ്രീം കോടതി ചോദിച്ചു. 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് വിചാരണ നീട്ടുന്നത്. 8ാം പ്രതി എന്നത് ദിലീപാണ്, നടൻ ദിലീപാണ്. നടൻ ദിലീപിൻ്റെ അഭിഭാഷകനാണ് വിചാരണ അനന്തമായി നീട്ടുന്നത് എന്ന ഈ സാക്ഷി വിസ്താരം അനന്തമായി നീട്ടിയത് എന്ന കാര്യവും സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. തുടർന്നാണ് പൾസർ സുനി സമൂഹത്തിന് ഭീഷണിയാണ് എന്നടക്കമുള്ള വാദങ്ങൾ സംസ്ഥാന സർക്കാർ ഉയർത്തിയത്. എന്തുകൊണ്ടാണ് വിചാരണ അവസാനിക്കാത്തത് എന്ന കാര്യവും സുപ്രീം കോടതി ചോദിച്ചു, സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. ആ വിചാരണ നീട്ടാനുള്ള കാരണം ഈ 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് വിചാരണ നടപടിക്രമങ്ങൾ നീളുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തത്, സർക്കാർ വിശദീകരിച്ചത്. എന്തായാലും കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2017 ഫെബ്രുവരി മാസം 17ാം തീയതിയാണ് ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ വാഹനം പിടിച്ചെടുക്കുകയും വാഹനത്തിനുള്ളിൽ വെച്ച് നടിയെ ആക്രമിക്കുകയും ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് 2017 രജിസ്റ്റർ ചെയ്ത കേസിലാണ് പൾസർ സുനിക്ക് ജാമ്യം. പൾസർ സുനിയാണ് ഈ കേസിലെ 1ാം പ്രതി. നേരത്തെ കേസിൽ 15 പ്രതികളുണ്ടായിരുന്നു. അതിൽ 3 പേരെ ഒഴിവാക്കി. പിന്നീട് 12 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ നേരിടുന്നത്. അതിൽ 1ാം പ്രതിയാണ് പൾസർ സുനി.
8ാം പ്രതി എന്നത് നടൻ ദിലീപാണ്. ദിലീപ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ബലാത്സംഗ കുറ്റം, ഒപ്പം ദിലീപിനെതിരെ ചുമത്തിയത് ബലാത്സംഗ കുറ്റത്തിൻ്റെ ഗൂഢാലോചന എന്നിവയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഒരു ബലാത്സംഗം നടത്താൻ വേണ്ടി, അങ്ങനെ ഒരു കുറ്റകൃത്യം നടത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയും ചെയ്യുന്നത്. വിചാരണ എന്ന് പൂർത്തിയാക്കാനാകും എന്നാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. ശരി, ഏതായാലും സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വലിയ രൂപത്തിൽ രാജ്യം തന്നെ ചർച്ച ചെയ്ത കേസാണ്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ ചെയ്ത രാജ്യത്തെ തന്നെ ഇത് ആദ്യത്തെ കേസാണ്. അതിലെ മുഖ്യപ്രതി 1ാം പ്രതിക്ക് വർഷങ്ങൾക്കിപ്പുറം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വിചാരണ നടപടികൾ വൈകിയത് കൊണ്ട് ജാമ്യം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.